സെമിയോട്ടിക്കായുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തിരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏറ്റവും ഹൃദ്യമായി സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്ന മണ്ഡലങ്ങൾ നെന്മാറ, കയ്പമംഗലം. ആദ്യമായി തന്നെ നമുക്ക് നെന്മാറയിൽ നിന്ന് ആരംഭിക്കാം. നെന്മാറയിലെ LDF സ്ഥാനാർത്ഥി കെ പ്രേമൻ, UDF സ്ഥാനാർത്ഥി എ തങ്കപ്പൻ, NDA സ്ഥാനാർത്ഥി AN അനുരാഗ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ജയിച്ച മണ്ഡലമാണിത്. അന്ന് 53% വോട്ട് വിഹിതമാണ് LDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന 5 ഘടകങ്ങളിൽ എങ്ങനെയാണ് നെന്മാറയിലെ സമ്മതിദായകർ ഓരോ പാർട്ടിയെയും വിശകലനം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും നെന്മാറയിലെ സമ്മതിദായകർ LDFനാണ് 1ാം സ്ഥാനം കൊടുക്കുന്നത്, UDFന് 2ാം സ്ഥാനവും. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF ആണ് 1ാമത്, LDF 2ാമതും. ഓരോ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ സ്വാധീനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി വിശകലനം നടത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം സെമിയോട്ടിക്കയുടെ പ്രവചനത്തിലേക്ക്. നെന്മാറ LDFന് ഒരു നേരിയ ഭൂരിപക്ഷമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്, ഏകദേശം 42.4% വോട്ട് വിഹിതം. UDF സ്ഥാനാർത്ഥിക്ക് 37.58% വോട്ട് വിഹിതവും NDAക്ക് 20% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് കയ്പമംഗലം മണ്ഡലത്തിലേക്ക് പോകാം. ഇവിടെ LDF സ്ഥാനാർത്ഥി KK വത്സരാജ്, UDF സ്ഥാനാർത്ഥി TM നാസർ, NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി 54% അടുത്ത് വോട്ട് വിഹിതം നേടി ജയിച്ച മണ്ഡലമാണ്. ഓരോ സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെയും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ എങ്ങനെയാണ് കയ്പമംഗലത്തെ ജനങ്ങൾ ഓരോ പാർട്ടിയെയും വിലയിരുത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനം, യുവജന പിന്തുണ, വോട്ടർമാരിലെ വിശ്വാസ്യത, നേതൃപാടവം, സഹിഷ്ണുതാപരമായ രാഷ്ട്രീയം, ഈ 5 ഘടകങ്ങളിലും LDFനാണ് ഇവിടെ 1ാം സ്ഥാനം, UDF 2ാം സ്ഥാനത്തും. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക വ്യക്തമായി നമുക്ക് വേണ്ടി അപഗ്രഥിക്കുകയാണ്. നമുക്ക് നോക്കാം കയ്പമംഗലം ആര് നേടും. ഇവിടെ ഒരു LDF മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്, ഏകദേശം 48% വോട്ട് വിഹിതം. UDFന് 34% വോട്ട് വിഹിതവും NDAക്ക് 18% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇതുവരെ സെമിയോട്ടിക്ക നമ്മൾക്കായി 101 നിയമസഭാ മണ്ഡലങ്ങളാണ് വിശകലനം നടത്തിയിരിക്കുന്നത്. കാസർഗോഡ് ഒരു UDF മുന്നേറ്റം, കണ്ണൂര് LDF മുന്നേറ്റം, കോഴിക്കോട് വീണ്ടും UDF മുന്നേറ്റം, വയനാട് UDFനാണ് ഒരു മേൽക്കൈ, മലപ്പുറത്ത് വ്യക്തമായ UDF മുന്നേറ്റം, തിരുവനന്തപുരത്തും കാസർഗോഡും NDA അക്കൗണ്ടുകൾ തുറക്കുമെന്ന് ആണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. തിരുവനന്തപുരത്ത് 2 മുതൽ 3 സീറ്റുകളും കാസർഗോഡ് 1 സീറ്റ്, മഞ്ചേശ്വരം സീറ്റാണത്, ലഭിക്കുമെന്നുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ ഏകദേശം തത്തുല്യമായിട്ടാണ് UDFും LDFും നിൽക്കുന്നത്. 19നും 21നും ഇടയിൽ സീറ്റുകൾ. NDAക്ക് വീണ്ടും 1 മുതൽ 2 സീറ്റുകൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ലഭിക്കുവാൻ സാധ്യതയുണ്ട്. മൊത്തത്തിലെ സീറ്റ് നിലവാരം ഇങ്ങനെയാണ്: UDFന് 51 മുതൽ 60 സീറ്റ്, LDFന് 38 മുതൽ 49 സീറ്റ്, NDAക്ക് 3 മുതൽ 6 സീറ്റ്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി ഞങ്ങൾ നിങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നതായിരിക്കും. Until then, we are signing off. Thank you everyone.